നമസ്കാരം. ഓണം എന്നാൽ ഓർമ്മകളുടെ ഉത്സവമാണ്, രുചികളുടെ ഉത്സവമാണ്, ഒപ്പം പാട്ടുകളുടെ ഉത്സവം കൂടിയാണ്. പാട്ടുകൾക്ക് രുചി പകർന്ന് നല്ല ഒന്നാം തരം ഒരു സംഗീത സദ്യയാണ് ഈ ഓണനാളിൽ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ വിളമ്പാൻ പോകുന്നത്. ആ ഓണസദ്യയ്ക്ക്, ആ സംഗീത സദ്യയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിട്ടുള്ള ശ്രീ ബിജിപാലാണ്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ ദയുണ്ട്, മകൻ ദേവദത്തുണ്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ട്രൈബ് നമ്മുടെ വൈബ്രൻറ്റ് ടീം കൂടിയുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പാട്ടുകാരായിട്ടുള്ള സൗമ്യ രാമകൃഷ്ണൻ, സംഗീത ശ്രീകാന്ത്, ഒപ്പം രഞ്ജിത്ത് ജയരാമൻ. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ആദ്യം വിചാരിച്ചത് ബിജുപാൽ സാറിന് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി നമുക്ക് ഈ മലയാളികൾക്ക് കുറച്ച് കാലമായിട്ട് ഓണം എന്ന് പറയുമ്പോൾ, ഓണക്കാലമാകുമ്പോൾ കുറച്ച് പാട്ടുകൾ ഓടിയെത്തും. ആ കൂട്ടത്തിൽ കുറച്ച് കാലമായിട്ട് ഹിറ്റായി മാറി നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ മുഖവും ശബ്ദവും ഒക്കെ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ അതിന്ന് തുടങ്ങുന്നതാണ് രസം തോന്നി. ദയയെക്കുറിച്ച് പറയുന്നത്, നമുക്ക് ആ പാട്ട് പലർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് കൂടി പറയാം. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്നുള്ള ആ കുട്ടിപ്പാട്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓണക്കാലമായി കഴിഞ്ഞു, ഓണക്കാലം എന്നില്ല കേട്ടോ, എല്ലാ സമയത്തും ചിലപ്പോൾ വരും എന്നുള്ളതാണ്. ദയ, എങ്ങനെയുണ്ടോ ഈ പുതിയ ഓണക്കാലം? പ്ലേ സ്കൂളിൽ പഠിച്ച പാട്ടാണ് ഓണം വന്നല്ലോ. പ്ലേ സ്കൂൾ കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിൽ പാടി നടക്കുന്നതുകൊണ്ട് അച്ഛൻ വെറുതെ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇറക്കിയതാ. ഇന്നത്തെ ഓണം എനിക്ക് വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഓണം. അപ്പോൾ എനിക്ക് എല്ലാ വർഷത്തെയും പോലെ തന്നെ എല്ലാം നല്ല അടിപൊളിയായി പോകുന്നു. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടി തുടങ്ങാം അല്ലേ? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഇപ്പൊ ഈ ദയയുടെ പാട്ടിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ രണ്ട് മക്കളും പാട്ടിന്റെ ലോകത്തേക്ക് തന്നെയാണ്, സാറിന്റെ ലോകത്തേക്ക്, അതായത് സാറിന്റെ സംഗീത ലോകത്തേക്ക് തന്നെയാണ് മക്കളും എത്തിയത്. അത് ഇവര് ജനിക്കുന്ന കാലം തൊട്ട് തന്നെ, ജനിച്ച കാലം തൊട്ട് തന്നെ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു, പാട്ട് തന്നെയായിരിക്കും ഇവരുടെ വഴി എന്ന് മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വഴി തീരുമാനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചുറ്റും പാട്ട് തന്നെയാണല്ലോ. അപ്പോൾ അവർ ചെറുപ്പത്തിലെ പാട്ട്, മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇങ്ങനെ പഠിക്കുന്നു. അതിൻ്റെ ഒരു ആംബിയൻസിലാണ് ജീവിച്ചു തുടങ്ങിയതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേവനിലേക്ക് വന്ന ദേവൻ, പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? പുതിയൊരു 2 പാട്ടുകൾ ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ. എന്റെ വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് നോക്കാം. ഇപ്പൊ എന്താ ചെയ്യുന്നത്? പഠിക്കുക? ഞാൻ പഠിക്കുകയാണ്, MA മ്യൂസിക് മഹാരാജാസിലെ മ്യൂസിക് വഴി തന്നെ, അച്ഛൻ്റെ വഴിയെ തന്നെ. ഒരു സംഗീത സംവിധായകനാണോ പാട്ടുകാരനാണോ, അതോ എന്താണ് ഇതിലെ പ്ലാൻ? മ്യൂസിക്കിൽ തന്നെ എന്ത് വേണേലും ചെയ്യാം, എന്തിനും തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കി ഗോൾഡില് ആ കുട്ടിക്കാലത്തെ പാട്ട് പാടിയിട്ടുണ്ടോ? അതാ നമുക്കൊക്കെ ആദ്യം കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നാൽ അതൊന്ന് പാടാൻ തോന്നുന്നു. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി, കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിൽ നാനനേ. പിന്നെ ഞാനിപ്പോൾ ബാക്കി 3 പേര് ബിജിപാൽ ട്രൈബ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ നമുക്ക് അതിനപ്പുറത്തേക്ക് നിങ്ങളെല്ലാവരും അറിയാം. ഈ ഒരു ടീം എങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്നത് സാറിൻ്റെ കൂടെ? വർഷങ്ങളായിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയാം സാറിനെ, എൻ്റെ ഹൈസ്കൂളിലോട്ട് തന്നെ അറിയാം. അപ്പോൾ അതിന് ശേഷം പിന്നെ സാറ് മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ശാന്തി ചേച്ചിയുടെ കൂടെ ഞങ്ങൾ കുറേ റെക്കോർഡിങ്സ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ബാൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് സംഗീതയുടെ കൂടെ സെൻറ്റ് തെരേസസിൽ ഡിഗ്രി പഠിക്കണത്. അപ്പോൾ തൊട്ട് തന്നെ സംഗീതയുടെ, അപ്പം നമ്മൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും 3 പേരും കൂടി രഞ്ജിത്തും ആ ടൈമിലുണ്ടായിരുന്നു ഡൗൺ ടു എർത്തിന്. പിന്നെ പിള്ളേർ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കൂടെ അവരും ജോയിനായി നമ്മുടെ ഈ പാട്ടിൻ്റെ ജേണിയിൽ. സൗമ്യ ചേച്ചിയുടെയൊക്കെ പാട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു വ്യത്യസ്ത ശബ്ദമായിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിൽ നമുക്ക് ചേച്ചിയുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് നമുക്ക് പാടിത്തോടെ. മഴനില കുളിരുമായി വേനൽ തൂവൽ
വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റീ വഴി വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും മഴനില കുളിരുമായി. ഇനി സംഗീതത്തിലേക്ക് വന്നാൽ പേരിലെ സംഗീതമുള്ള ആളാണ്. ഈ സംഗീത ലോകത്തേക്ക് വന്ന ബിജുപാൽ സാറിൻ്റെ കൂടെ എനിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ആദ്യം പാടുന്നത് ഫിലിമിൽ ആലീസിൻ്റെ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു മൂവി, പിന്നെ അപ്പോൾ തന്നെ 22-ാം അധ്യായം 23-ാം വാക്യം എന്ന് പറഞ്ഞിട്ട് ഓമൽ കൺമണി എന്നുള്ള പാട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മഹേഷിൻ്റെ പ്രതികാരം വരുന്നത്. ഓക്കെ, മഹേഷിൻ്റെ പ്രതികാരത്തിലെ പാട്ട് തെളിവയിലാണ്. തെളിവയിൽ. കാണാതെ മേലാകെ ജലകണമെറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നനയും ഈ മണ്ണിലാ നീർത്തുള്ളികൾ ഉതിർന്നെത്തി അരിഞ്ഞെത്തി പുതുമണമുയരും കരളിൽ ഒരു കുളിരുടരും. ഓക്കെ, നമുക്കിനി രഞ്ജിത്ത് ജയറാം. ഞാൻ താങ്കളോട് നേരിട്ട് ചോദിക്കുന്നതിന് മുൻപ് സാറിനോട് എങ്ങനെയാണ് രഞ്ജിത്ത് രാമചന്ദ്രനെ എന്ന ഗായകനെ, സംഗീത സംവിധായകനെ കാണുന്നത്? ഞാൻ ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ PG കഴിഞ്ഞിട്ടാണ് രഞ്ജിത്ത് അവിടെ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ അവിടെ PG കഴിഞ്ഞിട്ടും ഗ്രൂപ്പ് സോങ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി പോകും, കോളേജിൽ പഠിപ്പിക്കാൻ പോകും. അപ്പോൾ രഞ്ജിത്ത് അവിടെ ഗ്രൂപ്പിൽ പാടിയിരുന്നു. അതിനുശേഷം അന്ന് തൊട്ട് രഞ്ജിത്തിനെ നല്ലോണം പരിചയമുണ്ട്. രഞ്ജിത്ത് എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം രഞ്ജിത്ത് RLBയിലാണ് ചേർന്നത്. RLBയിൽ മ്യൂസീഷ്യൻ ആണെങ്കിലും പക്ഷെ പഠിച്ചത് മൾട്ടിമീഡിയ, MFA വരെ അവിടെ RLBയിലാണ് പഠിച്ചത്. പക്ഷെ അന്ന് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പണ്ട് കമ്പോസ് ചെയ്ത പാട്ടൊക്കെ പാടി പ്രൈസൊക്കെ മേടിച്ചു. അപ്പൊ അങ്ങനെ സ്ഥിരം എപ്പോഴും ഇതുണ്ട്. പിന്നെ നമ്മൾ ബാൻഡ് തുടങ്ങിയപ്പോൾ രഞ്ജിത്ത്, പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ റെക്കോർഡിങ്സിൽ രഞ്ജിത്ത് പങ്കെടുത്തുകൊണ്ടിരുന്നു. കോറസ് ആണെങ്കിലും സോളോസ് ആണെങ്കിലും ട്രാക്ക് ആയിട്ട് എടുക്കാനാണെങ്കിലും രഞ്ജിത്തിനെ വിലയിരുത്തരെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വിലയിരുത്താം, മുടിയൊക്കെ പോയതുകൊണ്ട് വിലയിരുത്താം. അപ്പൊ രഞ്ജിത്ത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം സംഗീത അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് രഞ്ജിത്തിനായിരുന്നു മികച്ച സിംഗറിനുള്ള. അപ്പൊ അതുവരെയൊക്കെ രഞ്ജിത്ത് എത്തുന്നത് എന്ന് വെച്ചാൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു സിംഗർ എന്നുള്ള രീതിയിലാണ്. എന്തും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇന്ന് പഠിക്കുക, എല്ലാവരോടും ഭയങ്കര ബഹുമാനം, എല്ലാരെയും ആ രീതിയിൽ കാണുന്നതിന്റെ ഒരു കുഴപ്പമുണ്ട് രഞ്ജിത്തിന്. അതൊരു കുഴപ്പമാണോ? അപ്പൊ അങ്ങനെയൊക്കെ. എങ്ങനെയാ പാട്ടിന്റെ ലോകം? ലോകമൊത്തം പാട്ട്, ലോകമല്ല, ഫുൾ ടൈം പാട്ടാണ്. അത് ഞാൻ കാണുന്നുണ്ട് യൂട്യൂബിൽ മൊത്തം വീഡിയോ, ഇടയ്ക്കിടയ്ക്ക് കവർ പാട്ടുകൾ ഇറക്കുന്നത് അല്ലെ? അതിലെ ആദ്യം ചെയ്ത പടത്തില് കോറസും അറബിക്കഥയിലെ ചോര വീണ മണ്ണിലെ മറ്റേ തിരികെ കോറസ് രഞ്ജിത്തുണ്ട്. ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ന താനാ ദിന്ന താനാ ദിന്ന തിന്തിന്നോ തനതിന്ന താനാ ദിന്ന താനാ ദിന്ന തിന്തിന്നോ മൂലകരച്ചൊരുക്കിയ പരൽവിനിൻ കറി കൂട്ടിട്ടെരുവ് കൊണ്ടിടം കണ്ണിൽ തുടിച്ചവനേ തനതിന്ന താനാ ദിന്ന താനാ ദിന്ന തിന്തിന്നോ തനതിന്ന താനാ ദിന്ന താനാ ദിന്ന തിന്തിന്നോ പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വാനം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപായസം. സാധാരണ സാധനമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതേ ടീം പോലെ തന്നെ. പക്ഷെ പാട്ടിന്റെ കാര്യം വരുമ്പോ അങ്ങനെയല്ല, ഏത് നമ്പർ പിടിക്കാൻ സാർ തയ്യാറാവും. അല്ല, പാട്ടിൽ അങ്ങനെ സോഫ്റ്റ്നെസ്സും ഒന്നുമില്ലല്ലോ.
പാട്ട് മെലഡി എന്നുള്ളൊരു അത് ഇഷ്ടം അങ്ങനെ ആണ്, നമ്മളിപ്പോ കേട്ട് ശീലിച്ചതും ഈ ലളിത ഗാനങ്ങളൊക്കെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. ഒരു സിനിമയിൽ വന്നപ്പോ യാദൃശ്ചികമായിട്ട് ചെയ്തപ്പോ അറബിക്കഥയാണെങ്കിലും മെലഡീസ് ആണ് കൂടുതൽ. പിന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ചൂട് പിടിച്ച് മെലഡീസ് വന്നു തുടങ്ങി. ഒരുപക്ഷെ സോൾട്ട് ആൻഡ് പെപ്പറിലാണ് ആദ്യമായിട്ട് കുറച്ചൊരു പെപ്പി ആയിട്ടുള്ള നമ്പർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാനം നിലയാണ് പോയി, അങ്ങനെ കുറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അതെ, ഞാനത് വരായിരുന്നു, പാട്ട് ഒറ്റയ്ക്ക് പാടിച്ചിട്ടില്ല, പക്ഷെ പഠിക്കാൻ വരുമായിരുന്നു. ഞാൻ ഒരു വാക്ക് പറയും, ആ വാക്കുള്ള എവിടെയെങ്കിലും, ഇപ്പം തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും കുഴപ്പമില്ല. രഞ്ജിതേട്ടനിൽ തുടങ്ങാം. പൂവ്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാറിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിൽ പോയി. മഴവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലുകൾ മണ്ണിൽ പോയി, മൺവാസനയിൽ നെഞ്ചിൽ പോ. അപ്പൊ എനിക്ക് തീരെ പാടിച്ച് മതിയാവത്തിനാണ് ദയാണ്, പാവാടത്തുമ്പ. ആ പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതും പെട്ടെന്ന് ആളുകളിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. അതിപ്പോ ലിറിക്സ് ആണെങ്കിലും ശരി, ആ മ്യൂസിക് ആണെങ്കിലും ശരി, കുട്ടികൾക്ക് വരെ പെട്ടെന്ന് പാടാൻ പറ്റുന്ന രീതിയിൽ ആ പാട്ട് പാടിയിട്ട് നമുക്ക് അതിന്റെ കഥ കൂടി കേൾക്കാം. ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് ഡയറക്ടറിന്റെ സ്റ്റുഡിയോയിലാണ് പാടിയത്. മനു മഞ്ജിത്ത് ലിറിസിസ്റ്റ് അതിലുണ്ടായി. അമ്മയും ഏട്ടനും ഞാനും കൂടെ പോയത്. പാട്ട് റെക്കോർഡിംഗ് സെഷനൊക്കെ നന്നായി പോയി. കുറച്ച് സാധനങ്ങള് ജസ്റ്റ് ഞങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പൊ സൈഡിൽ നിന്ന് അമ്മയും ഏട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറിന് മലയാളം അത്ര അറിയില്ലായില്ല, അപ്പൊ മനു അവര് പറഞ്ഞത് അങ്ങനെ പാട്ടാണോ ചേട്ടന്റെ പോലെ മ്യൂസിക് എടുത്തിട്ടുണ്ടോ? ഇല്ല. ദേവൻ എങ്ങനെയാ? അച്ഛൻ എന്ന സംഗീത സമയം വീട്ടിൽ വരുമ്പോ പുറത്തു നിന്ന് കാണുന്ന വലിയൊരു പ്രതിഭയുണ്ട് ഞങ്ങൾക്കൊക്കെ മുന്നില്. ആ പ്രതിഭ നിങ്ങൾ വീട്ടിലെത്തുമ്പോ അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ് പറയുന്നതാണ്? അതെല്ലാം ഞങ്ങൾ ഇവിടെ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ? അല്ല, സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ചീത്തയായിട്ടല്ല, ഒരു പരിപാടി ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും കോംബോ ഈ പറഞ്ഞ ഒരു ജാതിക്കാത്തോട്ടം പാട്ടിലാണ്. അത് ഒരു ഈ പറഞ്ഞൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതിൽ തന്നെ ദയുണ്ട്. അപ്പൊ ആ പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ ജാതിക്കാത്തോട്ടം ഇച്ഛാതി നിന്റെ നോട്ടം, എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം, കണ്ട കള്ള പെരുമാറ്റം. ഈ ജാതിക്കാത്തോട്ടം ഇച്ഛാതി നിന്റെ നോട്ടം. ചെവി ചേർത്തു പിടിച്ച മൊബൈല്, ഇനി പരീക്ഷ മുഴുവനും ഫെയില്. ഇവരാവും പകരം അതേല്. നിന്റെ ചിരി ഞാൻ കണ്ടെന്ന് പിടിവിട്ടെന്റെ ചങ്കൊന്ന്, ഒന്ന് ചെന്ന് മിണ്ടെന്ന് ഉന്തി വിട്ടെന്റെ ഉള്ളന്ന്, എന്റെ അല്ലെന്നാണയിട്ട് നീ പറഞ്ഞിട്ടും നിന്റെ പേരിൽ എന്റെ പേര് ചേർത്തിരുന്നു.
സംഗീത ചേച്ചി, എന്താണ് ഇനിയിപ്പോൾ അടുത്ത പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാൻ പോകുന്നത്? അയ്യോ, ഞങ്ങള് ഗ്രൂപ്പായിട്ട് പാടാം ഒരു ഓണപ്പാട്ട്. ആ, ഓണപ്പാട്ടായിരുന്നു. ആ ശരി, നമ്മളൊരു ഓണപ്പാട്ടായിട്ട് പാടിയിട്ടില്ല. പൂവിളി പൂവിളി പൂവിളി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. ഈ പൂവിളിയിൽ മോഹം കണ്ണിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. ഞാൻ ദേവന്റെ ഒരു കവർ സോങ് കാണുന്നത് പാലേരി മാണിക്യത്തിൻ്റെത്. അപ്പൊ ആ പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. പാലേരി മാണിക്യം പെണ്ണുരുത്തേ പാതിര നീന്തി കടന്ന പാട്ട്. അവള് ചേരേലെ മീനിൻ്റൊപ്പം നീന്തി കളിച്ചു വളർന്ന പെണ്ണ്. കല്ലൂരക്കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു വളർന്ന പെണ്ണ്. കുഞ്ഞോറ കുന്നിനടിവാരത്തിൽ തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും ആകാശചന്ദ്രന്റെ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയ കണ്ണും മൂക്കും കവടി മണി പോലെ പൊക്കിൽ കൊടി പൂവിരിയും പോലെ ചുണ്ടും പല്ലും. ഇനിയുള്ള ടാസ്ക് ബിജുപാൽ സാറിനാണ്. ഞാനൊരു 2 വരി സാറിന് അയച്ചു തരുന്നത് വാട്സപ്പിലിട്ട്. അത് വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ടൊരു മ്യൂസിക് ഉണ്ടാകും. ഞാൻ അയച്ചു തരാം. ചിങ്ങക്കാറ്റിൻ ചിരിയുണരുമ്പോൾ ഓർമ്മകൾ പൂക്കളമാകുന്നു. തുമ്പപ്പൂവിൻ വെണ്മയിൽ തിരുവോണത്തിൻ കനവുകൾ ഉണരുന്നു. പൂവേ പൂവേ പൊലി പൊലി പൂവേ 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 പൊലി പൊലി പൂവേ. വെറും 1 മിനിറ്റ് സമയം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സാർ അത് 1 മിനിറ്റ് പോലും എടുക്കാതെ പെട്ടെന്ന് തന്നെ അവരെല്ലാം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് പാടുകയും ചെയ്തു. പക്ഷെ നമുക്കത് ഒന്നും കൂടി അത് ആ ഒരു പൂർണ്ണതയിലേക്ക് കേൾക്കണമെന്നുണ്ട്. ഒപ്പം തന്നെ ഇത്ര എളുപ്പമാണോ ഒരു പാട്ടുണ്ടാക്കാൻ? അതായത് കുറച്ച് ആലോചിച്ച് ചെയ്താൽ കുറച്ചും കൂടി ചിലപ്പോൾ ഇതിലും നല്ലതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കുനിഷ്ടുകളും കൂടി ചേർക്കാൻ പറ്റും. സാധാരണ ഒരു പാട്ടുണ്ടാക്കാൻ സാറിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ചുള്ള ഒരു പാട്ടുണ്ടാക്കാൻ എത്ര സമയം? കുറച്ച് സമയം എടുക്കുള്ളൂ. പക്ഷെ ആ സമയം കുറച്ച് ഹെവി ആയിട്ട് ആലോചിക്കും. ഒരു ഫസ്റ്റ് തോട്ടിൽ വരുന്നതാണോ ഇപ്പോഴും? തോട്ടില് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരോ കൊണ്ടൊന്നും തരുന്ന പോലെയൊന്നും അല്ല. അതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ട്യൂൺ കോയിൻ ചെയ്ത് സ്വരങ്ങൾ കോയിൻ ചെയ്ത് ഒരു ഈണമാക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്ക് ഒരു ഓണ സമ്മാനം ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ബിജുപാൽ സാറിനെ കൊണ്ട് തന്നെ തരികയാണ്. ആ ഓണപ്പാട്ട് നമുക്കൊന്ന് പാടിക്കൊടുക്കാം പ്രേക്ഷകർക്ക്. 1 2 3 4. ചിങ്ങക്കാറ്റിൽ ചിരിയുണരുമ്പോൾ ഓർമ്മകൾ പൂക്കളമാകുന്നു. ചിങ്ങക്കാറ്റിൽ ചിരിയുണരുമ്പോൾ ഓർമ്മകൾ പൂക്കളമാകുന്നു. തുമ്പപ്പൂവിൽ വെണ്മയിൽ തിരുവോണത്തിൻ കനവുകൾ ഉണരുന്നു. തുമ്പപ്പൂവിൻ വെണ്മയിൽ തിരുവോണത്തിൻ കനവുകൾ ഉണരുന്നു. പൂവേ പൂവേ പൊലി പൊലി പൂവേ 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 പൊലി പൊലി പൂവേ 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 പൊലി പൊലി പൂവേ 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 പൂവേ
പുലി പൂവേ 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 പുലി പുലി പൂവേ. ഈ സംഗീത സദ്യ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഓണപ്പാട്ടില്ലാതെ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ട് കൂടി കേട്ടിട്ട് അത് അവസാനിപ്പിക്കാം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാത്തിയ കന്നി പൂമകൾ വേണം വേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവര് നാണിഴങ്ങുവലുന്നേ ഉലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാർത്തിയ കന്നി പൂമകൾ വേണം.